വിശ്വാസം വർഗീയതയായും വർഗീയത ഫാസിസമായി മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫെഡറൽ ഭരണഘടനയ്ക്കു വേണ്ടിയുള്ള പോരാട്ടം സാമ്പത്തിക രംഗത്ത് മാത്രമല്ല സാംസ്കാരിക രംഗത്തും ശക്തമാക്കണമെന്നും മുഖ്യമന്ത്രി. നവകേരള സദസ്സിന്റെ തുടർച്ചയായി എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖം പരിപാടി തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എല്ലാ ചരിത്രഘട്ടങ്ങളിലും പുരോഗതിയുടെ ചാലുകീറാൻ മുൻനിന്ന് പ്രവർത്തിച്ചവരാണ് സാംസ്കാരിക നായകർ. രാഷ്ട്രീയ സാംസ്കാരിക സാഹോദര്യമാണ് കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയത്. ഫാസിസം കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ജാതി മത ഭേദങ്ങൾക്ക് അതീതമായ ഒരുമയുടേതാണ്. ആ ഒരുമ തകർന്നാലും കലക്കും കലാകാരനും നിലനിൽക്കണമെങ്കിൽ എഴുത്തും എഴുത്തുകാരനും നിലനിൽക്കണമെങ്കിൽ ജനമനസ്സുകളുടെ ഐക്യത്തിന്റെ ചുവർ ഇവിടെ നിലനിൽക്കണം. ഫാസിസം കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. വിശ്വാസത്തെ വർഗീയതയായും വർഗീയതയെ ഭീകരതയായും പരിവർത്തിപ്പിക്കുമ്പോൾ ജനാധിപത്യം ഫാസിസത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഐക്യ കേരളത്തെ ജാതി പറഞ്ഞും മതം പറഞ്ഞും ജീവിതശൈലി പറഞ്ഞും അനൈക്യ കേരളമാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് അനുവദിച്ചുകൂടാ. ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ സാംസ്കാരിക രംഗത്ത് ശക്തമായ ഇടപെടൽ ആവശ്യമാണ്. ഈ കാഴ്ചപ്പാടോടെ ജനകീയ പ്രശ്നങ്ങൾ സാംസ്കാരിക അജണ്ടയിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ രാജൻ, കെ രാധാകൃഷ്ണൻ, പത്മശ്രീ കലാമണ്ഡലം ഗോപി, വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സാഹിത്യകാരന്മാരായ കെ സച്ചിദാനന്ദൻ, ടി പത്മനാഭൻ, വി കെ ശ്രീരാമൻ, സംവിധായകൻ കമൽ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.